മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ രണ്ടാം ദിവസവും നടത്തിയ തെരച്ചിൽ വിഫലം. മലയാറ്റൂർ ചാലക്കുടി ഡിവിഷൻ പരിധിയിലും വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തുമെന്ന് ഡിഎഫ്ഒ. വാൽപ്പാറയിൽ കാട്ടാനാക്രമണം. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിജയനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വീട്ടമ്മയെ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. പള്ളിക്കുന്ന് മാട്ടിൽ സ്വദേശി മാമ്പുള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിനെയാണ് കാണാതായത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടത്തിയ പരിശോധനയിൽ 80,000 രൂപ പിഴ ചുമത്തി. ചാലക്കുടിയിലെ ജലസേചന വകുപ്പിന്റെ കാര്യാലയം കാടുകുറ്റി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉപരോധിച്ചു. വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിന് പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നമസ്കാരം. വാർത്തകൾ വിശദമായി. മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടിൽ നടക്കുന്ന ആനയെ കണ്ടെത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ ബ്ലോക്കിൽ രണ്ടാം ദിവസവും നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല. 10ൽ കൂടുതൽ ആനകളെ ഇതിനകം നിരീക്ഷിച്ചുവെങ്കിലും മുറിവേറ്റ ആനയെ ഇതുവരെയും കണ്ടെത്താനായില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1ാം ബ്ലോക്കിൽപ്പെടുന്ന മുനിത്തറ ഭാഗത്താണ് ആദ്യം തെരച്ചിൽ തുടങ്ങിയത്. വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി, അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. സംസ്ഥാന ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ നേതൃത്വം നൽകുന്ന വെറ്ററിനറി വിഭാഗവും ഇവർക്കൊപ്പമുണ്ട്. മയക്കുവെടിവെച്ച ശേഷം ആനയ്ക്ക് ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. RRT സംഘം 6 വിഭാഗമായി ആനയെ അന്വേഷിച്ചു നടന്നു. മലയാറ്റൂർ ഡിവിഷൻ പരിധിയിലും തിരച്ചിൽ നടത്തി. അടുത്ത ദിവസം മലയാറ്റൂർ ചാലക്കുടി ഡിവിഷൻ പരിധിയിലും അന്വേഷണം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 7-ന് ദൗത്യം പുനരാരംഭിക്കുമെന്ന് DFO അറിയിച്ചു. ബുധനാഴ്ച ആനയെ കണ്ടെത്തിയിരുന്നുവെങ്കിലും മയക്കുവെടി വെക്കാനായില്ല. ചാലക്കുടി പുഴയുടെ പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ തുരുത്തിലായിരുന്നു ആനയെ കണ്ടെത്തിയത്. പൈപ്പ് ബ്രോവൽ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വിദഗ്ധ സംഘം ശ്രമിച്ചപ്പോഴാണ് പരിഭ്രാന്തനായ ആന കാട് കയറി പോയത്. പിന്നീട് ഇതിനെ കണ്ടെത്താനായില്ല. 1/2 കിലോമീറ്റർ അകലെയുള്ള ഉൾവനത്തിലേക്ക് ആന കയറി. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും വ്യാഴാഴ്ച നടന്നു. കഴിഞ്ഞ ജനുവരി 17-ന് ഏഴാറ്റുമുഖത്തെ എലിച്ചാണിപ്പാറയിലാണ് മസ്തകത്തിൽ മുറിവുള്ള ആനയെ കണ്ടെത്തിയത്. 60 അംഗ സംഘമാണ് തിരച്ചിലിലുള്ളത്. വാഴച്ചാൽ, ചാർപ്പ, ഷോളയാർ റേഞ്ചുകളിലെ RRT വിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘവുമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. TC വിനോസ്, ചാലക്കുടി. വാൽപ്പാറ ആനമലയ്ക്ക് സമീപം കാട്ടാനാക്രമണം. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കാട്ടാന ആക്രമിച്ചു. ജീപ്പ് കുത്തിമറിച്ചിട്ടു. ജീപ്പിലുണ്ടായിരുന്ന ജൂനിയർ ഇലക്ട്രിക് എഞ്ചിനീയർ വിശ്വനാഥൻ ഉൾപ്പെടെ 3 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 12 വർഷം തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഗാന്ധിനഗർ സ്വദേശി വിജയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. 2018-ലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സോഷ്യൽ മീഡിയ വഴി ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പറഞ്ഞ് പ്രതി പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് വശീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തെ ലോഡ്ജിൽ കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കുകയും പിന്നീട് മിഠായിയിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി നിരവധി തവണ ബലാത്സംഗത്തിനിരയാക്കുകയും ഫോട്ടോകൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ് കോടതിയിൽ ഹാജരായി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വീട്ടമ്മയെ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. പള്ളിക്കുന്ന് മാട്ടിൽ സ്വദേശി മാമ്പുള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിനെയാണ് കഴിഞ്ഞ ഒക്ടോബർ 24-ന് കാണാതായത്. ഇടയ്ക്കിടെ മാനസിക സ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഇവർ രാവിലെ മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. കാണാതാവുമ്പോൾ സാരിയും ബ്ലൗസുമായിരുന്നു വേഷം. 8 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഇവർ അണിഞ്ഞിരുന്നു. ഉച്ചയോടെ ബിന്ദു ഭർത്തൃവീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിലെത്തിയിരുന്നു. പിന്നീടാണ് കാണാതായത്. തോട്ടുമുഖം പ്രദേശത്തെ ബസ് സ്റ്റോപ്പിൽ ബിന്ദു നിൽക്കുന്നതായും സമീപത്തെ പുഴയുടെ തീരത്തേക്ക് പോയി തിരിച്ചു വരുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലും ക്ഷേത്ര പരിസരങ്ങളിൽ ഇവരെ കണ്ടതായി പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ പോലീസിനോ ബന്ധുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി വെങ്കിടങ്ങ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ ലംഘനങ്ങൾ കണ്ടെത്തി. മാലിന്യം കത്തിക്കുക, വലിച്ചെറിയുക, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് കണ്ടെത്തിയത്. വിവിധ കാറ്ററിംഗ് യൂണിറ്റുകൾ, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. ആകെ 12 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. 8 സ്ഥലങ്ങളിൽ നോട്ടീസ് നൽകുകയും 80,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നിരോധിച്ച 600 കുപ്പിവെള്ളം പിടിച്ചെടുത്തു. ജില്ലാ സ്ക്വാഡ് ടീം ലീഡർ രജനീഷ് രാജൻ, സ്ക്വാഡ് അംഗം ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, മുല്ലശ്ശേരി ജൂനിയർ സൂപ്രണ്ട് എ ശ്രീനാഥ്, കെ ദിവ്യ, വെങ്കിടങ്ങ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ ജി ഷെറി, ദിവ്യ ഉണ്ണി, കെ വി പ്രവീൺ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ദേശീയപാതയോരത്ത് ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും പിഴ ചുമത്തുകയും ചെയ്ത് ചാലക്കുടി നഗരസഭ. പോട്ട പാപ്പാളി ജംഗ്ഷൻ ഭാഗത്തെ റോഡരികിലാണ് കേടായ പഴവർഗ്ഗങ്ങളും മറ്റു മാലിന്യങ്ങളും ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നിരീക്ഷണ ക്യാമറകളുടെ സഹായത്തോടെ മാലിന്യം തട്ടിയ വാഹനം കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. വാഹനം കണ്ടെത്തി റോഡരികിൽ നിന്നും മാലിന്യം തിരിച്ച് വാഹനത്തിലെടുപ്പിക്കുകയും 5000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, സെക്രട്ടറി കെ പ്രമോദ് തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇ വേസ്റ്റ് നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയുള്ള പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ്, വാർഡ് കൌൺസിലർ ഗീത റാണി, സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽ, ഉണ്ണി പണിക്കശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിന് പൊളിച്ചിട്ട റോഡുകൾ, അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കാടുകുറ്റി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചാലക്കുടി ജലസേചന വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. അടുത്ത ദിവസം തൃശൂരിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും കോൺട്രാക്ടർമാരും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണണമെന്ന ഉറപ്പിനെ തുടർന്ന് 3 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചു. കാടുകുറ്റിയിലെ 50ഓളം റോഡുകളാണ് വിവിധ പദ്ധതികൾക്കായി പൊളിച്ചിട്ടിരിക്കുന്നത്. ഇതിൽ 18 എണ്ണം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കാട്ടാക്കുളം തേക്കിലക്കാട്ടിൽ വീട്ടിൽ പ്രവീൺ, അഞ്ചപ്പാലം തേവാലിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത്. ബൈപ്പാസ് റോഡിലുള്ള പെട്രോൾ പമ്പിലുണ്ടായ ആക്രമണത്തിൽ കോട്ടുവള്ളി കണക്കാട്ടുശ്ശേരി വീട്ടിൽ അജീഷിനാണ് പരിക്കേറ്റത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്. ടെൻഡർ പൂർത്തീകരിച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ടീവ് ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുന്നതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ദേശീയപാത പ്രവർത്തനം മൂലം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സാഹചര്യമുള്ളതുകൊണ്ട് എംഎൽഎയുമായി ബന്ധപ്പെട്ട് പൈപ്പുകൾ ശരിയാക്കുന്നുണ്ട്. 1 കോടി രൂപയുടെ പദ്ധതികളായ ഫെറി റോഡ് പദ്ധതി, അംബേദ്കർ ഗ്രാമപദ്ധതി എന്നിവയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ തദ്ദേശ റോഡ് നവീകരണ പദ്ധതിയിൽ സമാന്തര റോഡിന് 45 ലക്ഷവും മുത്തമ്മാവ് കാരക്കടവ് റോഡിന് 25 ലക്ഷവും അനുവദിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു.
ഔദ്യോഗിക വാഹനത്തെ ചൊല്ലിയുള്ള ആരോപണം തികച്ചും ആക്ഷേപഹാസ്യമാണെന്നും ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വാഹനം ഉപയോഗിക്കുന്നുള്ളൂവെന്നും അത് കൃത്യമായി ലോഗോ ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. NH വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പുകൾ പൊട്ടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇവിടെ കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യമുള്ളൂ. അല്ലാതെ ഇവിടെ കുടിവെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. MLAയും ഇടപെടുത്തിക്കൊണ്ട് തന്നെ NHകാരെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പൊട്ടുന്ന പൈപ്പുകളെല്ലാം അപ്പോൾ തന്നെ ശരിയാക്കി കുടിവെള്ളം ലഭ്യമാകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ വെളിച്ചമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. വെളിച്ചം ഇവിടെ മറ്റു ഭാഗങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിലാവിൻ്റെ ലൈറ്റുകൾ അവർ ഊരിയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വെളിച്ചത്തിനൊരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾ റോഡ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA ഫണ്ടും മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 1 കോടി രൂപയുടെ ഫെറി റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 1 കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ പദ്ധതികളും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായുള്ള മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും പരിശോധന നടത്തി. അർദ്ധരാത്രി ആഴക്കടലിലും തീരക്കടലിലും നടത്തിയ നൈറ്റ് ഓപ്പറേഷനിൽ ഉടുപ്പി മാൽപ്പേ സ്വദേശി വനജയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തു. അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്ക് പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളും ചാക്കുകളും തെങ്ങിന്റെ ഓലയും വലിയ തോതിൽ എത്തിച്ചു കൊടുക്കുവാൻ ചാവക്കാട് ബ്ലാങ്ങാട് കേന്ദ്രീകരിച്ച് നിരവധി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. കോസ്റ്റൽ ഇൻസ്പെക്ടർ TP ഫർഷാദ്, അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഉപകരണങ്ങൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത സാമഗ്രികൾക്ക് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 1,15,000 രൂപ പിഴ ഈടാക്കി. വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് മനുഷ്യന് ജീവിക്കാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ചൊക്കന സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റേഷൻ തൊഴിലാളികളും കർഷകരും ചാലക്കുടിയിലെ വനംവകുപ്പിന്റെ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു, KK മുഹമ്മദ് അലി, CG കുഞ്ഞുമുഹമ്മദ്, ജോബിൾ വടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായിട്ട് നമ്മുടെ പരിസരത്ത് മരണപ്പെട്ടത് നശിപ്പിക്കുകയാണ് ചെയ്തത്. പെരിഞ്ഞനത്ത് കാറും മിനി ടെമ്പോയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ബദറു, വിനു, കണ്ണൻ, ജോൺ എബ്രഹാം, മിനി ടെമ്പോയിലുണ്ടായിരുന്ന മുഹമ്മദ് അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസന്വേഷണത്തിന് പോയി മടങ്ങിവരുന്നതിനിടെ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം. മഫ്തിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പുത്തൻചിറ സ്വദേശികളായ ഷെഫി, സാലിഹ്, തിരുവനന്തപുരം സ്വദേശി ആൽബി എന്നിവരെ പിടികൂടാനുണ്ട്. വടമ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയിലാണ് കേസ്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പുരയിടത്തിലൂടെ വഴി നടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ മതിലകം എമ്മാട് 4 പേരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എമ്മാട് കളത്തിൽ വീട്ടിൽ രഞ്ജിത്താണ് അറസ്റ്റിലായത്. ഈ കേസിലെ മറ്റു പ്രതികളായ ശ്രീജിത്ത്, ബാബു എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 1-ാം പ്രതിയായ ശ്രീജിത്തിനോട് പരാതിക്കാരനായ പ്രദീപ് കുമാർ തന്റെ പറമ്പിലൂടെ നടക്കരുതെന്ന് പറഞ്ഞതിലുള്ള വിരോധത്താലായിരുന്നു ആക്രമണം. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI രമ്യ കാർത്തികേയൻ, ASI അസ്മാബി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കണമെന്ന ലക്ഷ്യവുമായി SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ വരന്തരപ്പള്ളിയിൽ മനുഷ്യജാലിക സംഘടിപ്പിക്കും. SKSBV സംസ്ഥാന കൺവീനർ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും.
തുടർന്ന് നടക്കുന്ന മനുഷ്യജാലിക പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഷെരീഫ് ദാരിമി, ഇല്യാസ് ഫൈസി, മുനവർ ഫൈറൂസ് ഹുദവി, ഷഹീർ ദേശമംഗലം, വി.കെ. റഫീഖ് എന്നിവർ പങ്കെടുത്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന താലപ്പൊലി എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. അഴകം വല്ലപ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിലാണ് താലപ്പൊലി ആഘോഷം നടന്നത്. മനക്കുളങ്ങര പാട്ടാളി മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് കാളിമുടിയോട് കൂടിയുള്ള താലിവരവോടെയാണ് ദേശത്ത് താലപ്പൊലി കൊട്ടിയിറങ്ങി നടന്നത്. എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജൻ തിടമ്പേറ്റി. കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളം അകമ്പടിയായി. കാഴ്ച ശീവേലിയിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം എന്നിവ അകമ്പടിയായി. ആഘോഷ പരിപാടികൾക്ക് താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ A.K. പ്രേമൻ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് കാലഘട്ടത്തിൽ നിർത്തലാക്കിയ കെഎസ്ആർടിസി ബസ്സുകൾ തിരിച്ചുകൊണ്ടുവരാത്തതിനെതിരെ CPM. കോവിഡ് കാലഘട്ടത്തിൽ യാത്രക്കാരില്ലെന്ന കാരണവുമായി മാളയിൽ 20ഓളം ബസ്സുകളാണ് സർവീസ് നിർത്തിയത്. ഈ ബസ്സുകൾ തിരിച്ചുകൊണ്ടുവരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി 2021 നിയമസഭയിൽ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കുഴൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെ സർവീസ് നടത്തിയിരുന്ന നിരവധി ബസ്സുകളാണ് ഇല്ലാതായതെന്ന് CPM കുണ്ടൂർ ലോക്കൽ കമ്മിറ്റി കെഎസ്ആർടിസി മാള ATOയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തൃശൂർ എരവത്തൂർ, കുറുമശ്ശേരി, കുണ്ടൂർ മാള, തൃശൂർ മാള, തെക്കൻ താണിശ്ശേരി, ഐരാണിക്കുളം, തിരുമുക്കളം എന്നീ സർവീസുകളാണ് കോവിഡിന് ശേഷം ഇല്ലാതായതെന്ന് CPM കുണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി.എ. ഷമീർ പറഞ്ഞു. ഐരാണിക്കുളം വഴിയുള്ള ബസ് സർവീസ് നിലച്ചതോടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്താത്ത അവസ്ഥയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മാള നിന്നും വെട്ടിക്കുറച്ചിട്ടുള്ള സർവീസുകൾ പുനരാരംഭിക്കണമെന്നും കോവിഡിന് മുമ്പ് ഏകദേശം 49 ഉണ്ടായിരുന്ന ട്രിപ്പുകൾ അതിപ്പോൾ 29 കുറഞ്ഞു. അതിൽ തന്നെ 7:10 കുണ്ടൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ്, അതേപോലെ 7:30 കുറുമശ്ശേരിയിലേക്ക് പോകുന്ന ഫാസ്റ്റ്, അതിപ്പോൾ നേരെ 8:40 ഇവിടുന്ന് മാളയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കും ഈ 2 സർവീസും തൃശ്ശൂരിലേക്ക് നേരിട്ട് നടത്തുകയാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ വാഹനം എത്തിപ്പെടാത്തതിൻ്റെ ബുദ്ധിമുട്ടും, അതേപോലെ തന്നെ ഐരാണിക്കുളം, തിരുമുക്കുളം ഭാഗത്തേക്ക് യാത്രാക്ലാശം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഐരാണിക്കുളത്തെ ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്കും അതേപോലെ ഐരാണിക്കുളം സ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോലും ബസ് യാത്രാ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ കുട്ടികൾ പോലും സ്കൂളിലേക്ക് പോകാതിരിക്കുകയും അതേപോലെ അവിടെ ചാലക്കുടി വാട്ടർ അതോറിറ്റി സബ് ഡിവിഷന്റെ പരിധിയിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്കായി റവന്യൂ അദാലത്ത് സംഘടിപ്പിച്ചു. റവന്യൂ റിക്കവറി നേരിടുന്ന 165 അപേക്ഷകളാണ് പരിഗണിച്ചത്. ഇതിൽ പകുതിയോളം ഉപഭോക്താക്കൾക്ക് ഇളവുകളോടെ മുഴുവൻ തുകയും അടയ്ക്കാനുള്ള അവസരം നൽകി. 40ഓളം പേർക്ക് നിശ്ചിത തവണകളായി തുക അടയ്ക്കുന്നതിനും തീർപ്പാക്കി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A.V. വാസുദേവ് അദാലത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ മമ്മിയൂർ നാരായണംകുളങ്ങര ക്ഷേത്രത്തിൽ മകരപ്പത്ത് ആഘോഷിച്ചു. പേരാമംഗലം അനിയൻകുട്ടി മാരാരുടെ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചതിരിഞ്ഞ് നടക്കൽപ്പറ, ദേശപൂരങ്ങളുടെ സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് കോട്ടപ്പടി സന്തോഷ് മാരാരുടെ പാണ്ടിമേളം അകമ്പടിയായി. മേലക്കാവ്, താഴേക്കാവ് ഭഗവതിമാരുടെ സംഗമവും നടന്നു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന്റെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിച്ചു. മായന്നൂർ പാലത്തിന് സമീപമുള്ള നാരായണ സ്ക്വയറിൽ നടന്ന സ്നേഹസംഗമം MP.K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLA K. പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ MLA M. ഹംസ, ചലച്ചിത്ര സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ, സ്റ്റീഫൻ ദാവസി, അമ്പിളി പുഴയോരം, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത പരിപാടികൾ നടന്നു.
പിന്നെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ അച്ഛനും എല്ലാവർക്കും നീതമായ നമസ്കാരം. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മടങ്ങിവരവനായി കാത്തിരുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥന വിഫലമാക്കി സാവിയോ യാത്രയായി. പറപ്പൂർ സ്വദേശി പാണയങ്ങാടൻ വിൽസൺ മകൻ സാവിയോ ആണ് ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി മരിച്ചത്. ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് ഗൾഫിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാവിയോ നാട്ടിലെത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിൽ ഹൃദയത്തിൽ അണുബാധ കണ്ടെത്തി. ഹൃദയവാൽവ് 2 തവണ മാറ്റിവെച്ചു. അതിസങ്കീർണമായ 2 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും അണുബാധ കൂടി. സാമ്പത്തിക ചെലവ് ഇരട്ടിയായപ്പോൾ സാവിയോയുടെ ചികിത്സാ ചെലവിനായി സുമനസ്സുകളുടെ സഹായം തേടി TCV വാർത്ത നൽകിയിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആരുടെയും സഹായത്തിന് കാത്തുനിൽക്കാതെ ഭാര്യയും 1 വയസ്സുള്ള മകളെയും തനിച്ചാക്കി സാവിയോ യാത്രയായി. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വാഹനമില്ലാത്തത് ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീപ്പ് കയറ്റിയിട്ടിട്ട് വർഷം പിന്നിടുകയാണ്. വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഉപയോഗിക്കാൻ കഴിയാത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എരുമപ്പെട്ടി, വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര, തെക്കുംകര, മുണ്ടത്തിക്കോട് എന്നീ പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭയിലും ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എരുമപ്പെട്ടി സാമൂഹിക കേന്ദ്രമാണ്. പകർച്ചവ്യാധി പ്രതിരോധം, പാലിയേറ്റീവ് പരിചരണം, പോളിയോ വാക്സിൻ വിതരണം, വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനമില്ലാത്തത് ആരോഗ്യ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ ട്രെയിനിംഗിൽ വിനോയ് വിൻസെന്റിലൂടെ തൃശൂരിന് പുരസ്കാരത്തിളക്കം. പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന പരിശീലനത്തിൽ ബെസ്റ്റ് ഓൾറൌണ്ടർ, ഫസ്റ്റ്, ബെസ്റ്റ് ഔട്ട്ഡോർ അവാർഡുകൾ നേടിയാണ് വിനോയ് അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. പഴയന്നൂർ സ്റ്റേഷന് കീഴിലെ മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറും കായിക അധ്യാപകനുമാണ് വിനോയ്. നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകിവരുന്ന സംസ്ഥാനതല ചുരിക അവാർഡ് കൊടകര സ്വദേശിനിയായ നാടൻപാട്ട് കലാകാരി ജിനി മനോജ് ഏറ്റുവാങ്ങി. കാസർഗോഡ് ചെറുവത്തൂരിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി KT ജലീലിൽ നിന്നാണ് ജിനി മനോജ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 10,000 രൂപയും ശില്പവുമാണ് ചുരിക പുരസ്കാരം. 2 പതിറ്റാണ്ടിലേറെയായി നാടൻ കലാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ജിനി മനോജ് ഇതിനോടകം 2,500-ലധികം വേദികളിൽ നാടൻപാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 2010 അംബേദ്കർ യുവ പ്രതിഭാ പുരസ്കാരം, 2019 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നോർത്ത് ഈസ്റ്റ് സോൺ കൾച്ചറൽ സെന്റർ പുരസ്കാരം, 2023 കലാഭവൻ മണി ഫൌണ്ടേഷന്റെ ഓടപ്പഴം പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നാടൻപാട്ട് സമിതിയായ ഫോക്ക് ബാൻഡ് നടത്തിവരികയാണ്. ചേലക്കരയിൽ തരിശായി കിടന്ന സർക്കാർ ഭൂമിയിൽ തീപിടുത്തം. ചേലക്കര നാട്ടിയഞ്ചിറ വെറ്റിലാമ്പാറ പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് കുന്നും പ്രദേശത്താണ് തീ പടർന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചു. ഏകദേശം 8 ഏക്കറോളം സ്ഥലത്തെ പാഴ്ചെടികൾ കത്തിനശിച്ചു. പെരിഞ്ഞനം വെസ്റ്റിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പിനടുത്താണ് സംഭവം. വീടുകളിൽ ഡയറക്ട് മാർക്കറ്റിംഗ് നടത്തുന്ന സെയിൽസ് ഗേളിനെയാണ് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയത്. ചന്ദ്രാപ്പിനിയിൽ താമസിക്കുന്ന തിരൂർ സ്വദേശിയായ യുവതിയാണ് അക്രമത്തിനിരയായത്. ബലമായി ഓട്ടോയിൽ കയറ്റിയ യുവതിയെ ഏറെ ദൂരം കൊണ്ടുപോയ ശേഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും യുവതി ഓട്ടോയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പറയുന്നു. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സ്നേഹ സംഗമം നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ NA ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ മിനി P മണി, ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ, സതീഷ് കുമാർ, അഡ്വക്കേറ്റ് വില്ലി ജിജോ, രാധിക അശോകൻ, രന്യ ബൈജു, രാജൻ പല്ലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ YA ഹഫീസ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ കോടതി സമുച്ചയത്തിൽ ക്യാന്റീൻ സൌകര്യം ഏർപ്പെടുത്തണമെന്ന് തൃശൂർ ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു.
ദിനംപ്രതി ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്ന അയ്യന്തോളിലെ കോടതി സമുച്ചയത്തിൽ നിലവിൽ ക്യാന്റീൻ സൌകര്യം ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന ക്യാന്റീൻ കോവിഡ് കാലത്ത് നിന്നുപോയി. 18ഓളം കോടതികൾ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ക്യാന്റീൻ പ്രവർത്തിച്ചിരുന്ന വിശാലമായ സ്ഥലം മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള നീക്കമാണ്. കുന്നത്തങ്ങാടി ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾക്കായി ബാലസഭ സംഘടിപ്പിച്ചു. കുട്ടികളെ വാർഡ് തലത്തിൽ തിരിച്ച് സഭ നടത്തി. കുട്ടികൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ വാർഡ് മെമ്പർ വരെയുള്ള വേഷമണിഞ്ഞു. പരാതികളും പ്രശ്നപരിഹാരങ്ങളും നടത്തി. വിവിധ സ്കിറ്റുകളും ഫ്ലാഷ് മോബും അരങ്ങേറി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ CR ശ്രീവിദ്യ, സ്കൂൾ പ്രധാനാധ്യാപിക ഷാലി കാതറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വാങ്ങുന്നതിനായി വസ്തുവിൽപ്പന കരാറിൽ ഒപ്പുവെച്ച ശേഷം 27,200,000 രൂപ വാങ്ങിയ ശേഷം ഭൂമി മറിച്ച് വിൽപ്പന നടത്തി റിട്ടയർഡ് അധ്യാപകനെ മുൻ പഞ്ചായത്ത് അംഗവും ഭർത്താവും കബളിപ്പിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് അന്തിക്കാട് പേരാമാർക്കറ്റിന് പടിഞ്ഞാറ് കളത്തിപ്പറമ്പിൽ അരവിന്ദാക്ഷനാണ് വരാക്കര സ്വദേശി ഷാജുവിനും ഭാര്യയ്ക്കുമെതിരെ മുഖ്യമന്ത്രിക്കും അന്തിക്കാട് പോലീസിലും പരാതി നൽകിയത്. അരവിന്ദാക്ഷന്റെ വീടിന് സമീപമുള്ള ഷാജുവിന്റെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള 28 സെന്റ് സ്ഥലം വാങ്ങുന്നതിനായാണ് അരവിന്ദാക്ഷൻ കരാറിൽ ഒപ്പുവെച്ചത്. സെന്റ് ഒന്നിന് 1.5 ലക്ഷം രൂപ വെച്ച് 28 സെന്റിന് 42 ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചത്. ഇത് സംബന്ധിച്ച് 2021 ഏപ്രിൽ 4-നാണ് ഇരുവരും 11 മാസ കാലയളവിൽ സ്ഥലം വാങ്ങിക്കൊള്ളാമെന്ന കരാറിൽ മുദ്രപത്രത്തിൽ ഒപ്പുവെച്ചത്. മുൻകൂറായി 10 ലക്ഷം രൂപ അരവിന്ദാക്ഷൻ ഭൂവുടമകളായ ദമ്പതികൾക്ക് നൽകിയിരുന്നു. അന്തിക്കാടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഇടനിലക്കാരൻ. ഉടമയുടെ ആവശ്യപ്രകാരം ഇതിനകം 14 തവണകളായി 27,200,000 രൂപയാണ് നൽകിയത്. ഇതിനിടയിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ ഭൂവുടമകളുമായി ബന്ധപ്പെട്ടെങ്കിലും ഓരോ കാര്യം പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നുവെന്ന് അരവിന്ദാക്ഷനും മകൻ മീലനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃക്കണ പതിയാരം 25 നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. MLA AC മൊയ്തീന്റെ MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 22 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KA അൻസാർ അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നടന്ന ധർണ AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KC സന്തോഷ് കുമാർ അധ്യക്ഷനായി. AICBEF അസിസ്റ്റന്റ് സെക്രട്ടറി KS ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി പട്ടിത്തടം റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. കാട്ടകാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പട്ടിത്തടം റോഡ്. കാനകൾ പലയിടത്തും അടഞ്ഞതിനാൽ മഴക്കാലത്ത് വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ജല അതോറിറ്റി ജലജീവൻ പദ്ധതിക്ക് പൊളിച്ചിട്ട് റോഡ് നന്നാക്കാത്തത് മൂലം റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി. തകർന്ന റോഡ് നന്നാക്കി ഗതാഗത സൌകര്യമൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവ് റോഡ് പുനർനിർമ്മിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ ഇരുവശത്തും കാനകൾ നിർമ്മിച്ചില്ലെന്ന് പരാതി. വെട്ടിക്കടവ് പാലത്തിന്റെ ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും നടപ്പായില്ല. അപകട സാധ്യത കൂടുതലുള്ള മങ്ങാട് വെട്ടിക്കടവ് റോഡിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MB വിനോദ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാലിക പ്രയാണ യാത്രയ്ക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകി. മുൻ MLA VT ബൽറാം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ റഹ്മാൻ എടക്കടിയൂർ, ഷഹീർ ദേശമംഗലം, സത്താർ ധാരിമി, CM ഷെരീഫ് ധാരിമി ചെറുമനേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു.
ഈ രാജ്യത്തെ ഓരോ മനുഷ്യർക്കും രാജ്യത്തിന്റെ ഇതിന്റെ അത് ഭരണഘടനാപരമായി തന്നെ ഉറപ്പ് നൽകുന്ന നാട്ടിലെ ജനങ്ങൾക്കായി. തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. തിരുവത്ര ശിവക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിച്ച് വാദ്യഘോഷത്തോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി എഴുന്നള്ളിപ്പുകളും ഉണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7505 രൂപ, പവന് 60,040 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3305 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ 2ാം ദിവസവും നടത്തിയ തെരച്ചിൽ വിഫലം. മലയാറ്റൂർ ചാലക്കുടി ഡിവിഷൻ പരിധിയിലും വെള്ളിയാഴ്ച തെരച്ചിൽ നടത്തുമെന്ന് ഡിഎഫ്ഒ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിജയനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വീട്ടമ്മയെ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. പള്ളിക്കുന്ന് മാട്ടിൽ സ്വദേശി മാമ്പുള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിനെയാണ് കാണാതായത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടന്ന പരിശോധനയിൽ 80,000 രൂപ പിഴ ചുമത്തി. ചാലക്കുടിയിലെ ജലസേചന വകുപ്പിന്റെ കാര്യാലയം കാടുകുറ്റി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉപരോധിച്ചു. വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിന് പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.